പിണറായിയിലെ റസീനയുടെ ആത്മഹത്യ ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് മനംതൊന്തായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം. കഴിഞ്ഞ ഞായറാഴ്ച അവരുടെ വീട്ടിൽ തൂങ്ങി മരിക്കുകയാണ് ഉണ്ടായത്. അവർ മരിക്കുന്നതിന് മുമ്പ് ഒരു ലെറ്റർ എഴുതി വെച്ചു. അതിനകത്ത് മരണത്തിന് കാരണക്കാരായ ആൾക്കാരുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്, 3 പേരുടെ. പറമ്പായി സ്വദേശി MC മൻസിലിൽ മുബഷീർ എന്ന 28കാരൻ, കണിയാൻ്റെ വളപ്പിലെ KM ഫൈസൽ 34 വയസ്സുകാരന്, കൂടത്താൽ കണ്ടി ഹൗസിലെ റഫ്നാസ് എന്ന് പറഞ്ഞ 24കാരൻ. ഇവർ 3 പേരുമാണ് ഈ മരണത്തിന് കാരണമെന്ന് റസീന എഴുതി വെച്ച് മരണക്കുറിപ്പ്. ഇത് പിണറായി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള സംഭവമാണ്. ഇവർക്ക് 40 വയസ്സുണ്ട്. റസീന കഴിഞ്ഞ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 3:30 മണിക്ക് അവിടുത്തെ ഒരു പള്ളിയുടെ അടുത്ത്, അച്ചങ്കര പള്ളിയുടെ അടുത്ത് 3:30 മണിക്ക് കാറിൽ വന്ന ഒരു പയ്യനുമായി, 21 വയസ്സുള്ള പയ്യനുമായി 40 വയസ്സുകാരി സംസാരിച്ചു. ഇത് കണ്ട SDPI പ്രവർത്തകരായ 3 പേര് അത് ചോദ്യം ചെയ്തു. അവർ തമ്മിൽ സംസാരിച്ച ശരിയല്ല, ആ റസീനയുടെ ഭർത്താവുണ്ട്, ഈ പയ്യന് സംസാരിക്കേണ്ട ആവശ്യമില്ല, റസീനയുടെ സുഹൃത്താണ്, ആൺ സുഹൃത്താണ്, പരിചയക്കാരാണ്. അത് അവർക്കിഷ്ടപ്പെട്ടില്ല. SDPIക്കാർ റസീനയെ പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടു. അതിനുശേഷം ഈ പയ്യനെ, 21 വയസ്സുകാരനെ അവിടെ ഇട്ട് മർദ്ദിച്ചു. അതിനുശേഷം അവിടെ ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുപോയി രാത്രി 8:30 വരെ ചോദ്യം ചെയ്യുകയും ഇവൻ്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിക്കുകയും അതോടൊപ്പം തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് ഒരു ടെക്നിക്കലായിട്ടുള്ള ഏതോ ഒരു സാധനം അവൻ്റെ കാറിൽ നിന്ന് എടുത്തതായിരിക്കണം, അതും പിടിച്ചെടുത്തുകൊണ്ട് പോയി. ഇത് ഇവർ കയ്യിലെടുത്തു. അതൊരു ടാബായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും ശരി, 2 സാധനങ്ങൾ, മൊബൈലും അതിനോടൊപ്പം വേറൊരു ചെറിയ സാധനം കൂടെ ഇവർ പിടിച്ച് വാങ്ങിക്കുകയും ചെയ്തു. എന്നിട്ട് അത് മുഴുവൻ പരിശോധിച്ച് ഇവനെ ആരെയൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 8:30-ക്ക് രാത്രി 8:30-ക്ക് പറമ്പായിലെ SDPI ഓഫീസിലേക്ക് ഈ പയ്യനെ കൊണ്ടുപോയി. അതിനുശേഷം അവിടെയും വിചാരണ നടത്തി. ഈ റസീനയുടെ ഭർത്താവ് റഫീഖ്, ധർമ്മടത്തുള്ള റഫീഖിനെ അവിടെ വിളിച്ചു വരുത്തി. കാരണം അയാളുടെ ഭാര്യയാണ് വേറൊരു പയ്യനുമായിട്ട് സംസാരിക്കുന്നത് കണ്ട്. അതൊരു താലിബാനിസം എന്നാണ് ശ്രീമതി ടീച്ചറിൻ്റെ വെർഷൻ. കാരണം ഒരു 40 വയസ്സുള്ള ഒരു കുടുംബിനി, 3 മക്കളുള്ള സ്ത്രീയാണ്. അവർ 21 വയസ്സുകാരനുമായിട്ട് സംസാരിച്ചത് ഇവർക്ക് പിടിച്ചില്ല. ഈ SDPI 3 പ്രവർത്തകർ അത് ചോദ്യം ചെയ്ത് ആ പയ്യനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. അയാളിപ്പോൾ എവിടെയുണ്ടെന്നറിയില്ല. എങ്കിലും ഈ ഒരു സംഭവത്തിന് അയാളും ഈ സ്ത്രീയുമായിട്ട് സംസാരിച്ച വിവരങ്ങളും മൊബൈൽ ഫോണിൽ വിളിച്ച കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽസ് എടുത്തിട്ട് റസീനയുടെ ഭർത്താവ് റഫീഖിനെയും വിളിച്ചു വരുത്തി, പിതാവ് മുഹമ്മദിനെയും വിളിച്ചു വരുത്തി, അവരുടെ മാതാവ് CK ഫാത്തിമയെയും വിളിച്ചു വരുത്തി. ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. എന്തായാലും ശരി, അതിൻ്റെ അടുത്ത ദിവസം മനം നൊന്ത് താൻ ഒരു പയ്യനെടുത്ത് സംസാരിച്ചതിൽ അവർക്ക് SDPIക്കാർക്ക് അത് പിടിച്ചില്ല. അവരത് ചോദ്യം ചെയ്തു. സ്ത്രീ വേറൊരു പുരുഷനുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല, അത് തീവ്ര മതചിന്തയുള്ള ആൾക്കാരാണ്, അത് നമ്മൾ കണ്ട് അഫ്ഗാനിസ്ഥാനും മറ്റുമൊക്കെയാണ് നമ്മളത് കണ്ടിരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ അത് വിലപ്പോവില്ല. ഇവിടെ ഒരാൾ മറ്റൊരാൾ സംസാരിക്കുന്നതിന്, പ്രായപൂർത്തിയായ ആൾക്കാർ സംസാരിക്കുന്നതിന് ഇവിടെ ഒരു തെറ്റും ആരും കാണുന്നില്ല. സാംസ്കാരിക നിലവാരം കുറച്ചുകൂടെ ഉയർന്നതാണ് ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആൾക്കാർ. ആ ഒരു സ്ഥലത്താണ് ഈ പ്രാചീനമായ ഈ സംസ്കാരത്തിൻ്റെ ഭാഗമായ ഈ ആൾക്കൂട്ട വിചാരണ നമ്മൾ കണ്ടത്. എന്തായാലും ആ സ്ത്രീ അത് മനം നൊന്തിട്ട് അവരൊരു ലെറ്റർ എഴുതി വെച്ചിട്ട് അവർ ആത്മഹത്യ ചെയ്തു. അതിനകത്ത് ഈ വ്യക്തികളെ പറ്റിയുള്ള വിവരങ്ങളുണ്ട്. ഇതിൻ്റെ കൂടെ വേറെ ചില ആൾക്കാർ സഹകരിച്ചിട്ടുണ്ട് എന്ന വാർത്ത വരുന്നുണ്ട്. ഇന്ന് അവിടുത്തെ കണ്ണൂർ SP ഇതേപ്പറ്റി ഒരു പ്രസ് കോൺഫറൻസ് തന്നെ നടത്തിയിരിക്കുന്നു. എന്തായാലും ഇപ്പോഴ് വരുന്നൊരു വാർത്ത, ഈ പെൺകുട്ടി അല്ലെങ്കിൽ റസീനയുടെ ഉമ്മ പറഞ്ഞിരിക്കുന്ന അവരുടെ കഴുത്തിനുണ്ടായിരുന്ന മാലയും അവളുടെ കയ്യിലുണ്ടായിരുന്ന പണവും നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് ആരാണ് എപ്പോഴാണ് എടുത്തതെന്നറിയില്ല. അങ്ങനെ മാതാവിൻ്റെ ഒരു പ്രസ്താവന കൂടെ ഇപ്പം വന്നിട്ടുണ്ട്. സ്വർണം തട്ടിയെടുത്തിട്ടുണ്ട്, അവരുടെ കയ്യിരുന്ന പൈസ തട്ടിയെടുത്തിട്ടുണ്ട്. ആരിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നറിയില്ല. പോലീസ് എന്തായാലും കൃത്യമായ നടപടി ക്വിക്കായിട്ട് എടുത്തു. ഈ 3 പേരെയും
ആൾക്കൂട്ട വിചാരണ നടത്തിയ 3 പേരെയും അറസ്റ്റ് ചെയ്തു. അവരെ കോടതിയിൽ ഹാജരാക്കി. ആ 3 പേരെയും ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ആൾക്കാരുടെ കൈവശത്ത് നിന്ന് ആ മയ്യിൽ സ്വദേശി പയ്യൻ്റെ അയാളുടെ മൊബൈൽ ഫോണും അയാളുടെ ടാബും റിക്കവർ ചെയ്തിട്ടുണ്ട്. 27 എവിഡൻസ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതെന്തായാലും വളരെ വൈറ്റലായ ഒരു എവിഡൻസാണ്. അത് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പയ്യൻ ഇപ്പം മിസ്സിംഗ് ആണ്. അയാളെ പോലീസ് അന്വേഷിച്ചിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഈ ആൾക്കൂട്ട വിചാരണ ഈ മൈതാനത്ത് വെച്ച് ആ പയ്യനെ ശാരീരികമായി നന്നായിട്ട് ഉപദ്രവിക്കുകയും ചോദ്യം ചെയ്യുകയും മൊബൈൽ ഫോൺ നോക്കി അയാൾ ആരെയൊക്കെയാണ് വിളിച്ചിരിക്കുന്നതെന്ന് ഒക്കെ നോക്കുകയും പരിശോധിക്കുകയും ഈ 3 പേര് ചെയ്തിട്ടുണ്ട്. അതിനൊന്നും അവർക്ക് അവകാശമില്ലെന്ന് നമുക്കറിയാമല്ലോ. അത് പോലീസ് ചെയ്യേണ്ട പണിയാണ്. അങ്ങനെ ഒരു ആവശ്യം വന്നാൽ ഏതായാലും യുവതി ഈ ഒരു സംഭവം അറിഞ്ഞ് ഈ പയ്യനെ കൊണ്ടുപോയി ഉപദ്രവിക്കുകയും ആ യുവതി ഒന്ന് സംസാരിച്ചതിൻ്റെ പേരിൽ ആ പയ്യനെ പ്രഹരമേൽക്കുകയും ഉപദ്രവിക്കുകയും അതേസമയം വിചാരണ നടത്തുകയും 3:30 മണിക്ക് ശേഷം രാത്രി 8:30 വരെ ആ ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് ഭീകരമായിട്ട് മർദ്ദിക്കുകയും ചെയ്തു. മനം നൊന്തിട്ട് അവർ ആത്മഹത്യ ചെയ്തു. അവരുടെ പേര് എഴുതി വെച്ചു. പോലീസിന് നടപടി എടുക്കാതിരിക്കില്ല. എന്ത് കൗണ്ടർ പറഞ്ഞാലും ശരി, അവരുടെ കയ്യിൽ നിന്ന് ആ മൊബൈൽ ഫോണും ആ ടാബും കണ്ടെടുത്തതിൽ നിന്ന് ആ പയ്യൻ്റെ ആ വിചാരണ കൃത്യമായിരുന്നെന്നും പയ്യനെ പിടിച്ചുകൊണ്ട് പോയിരുന്നെന്നും പയ്യൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ മൊബൈൽ ഫോണും ആ ടാബും ഇവരുടെ പ്രതികളുടെ കയ്യിലുണ്ടായിരുന്നെന്നും കൃത്യമായി. അതുകൊണ്ട് അതിന് എന്ത് ഡിഫൻസ് കൊണ്ടുവന്നാലും ശരി അത് വിലപ്പോവില്ല. എല്ലാം പിണറായി പോലീസ് കൃത്യമായി നടപടി എടുത്തിരിക്കുന്നത് കാണുന്നതിൽ സന്തോഷമുണ്ട്. കാരണം ഈ രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ ഇങ്ങനെ താലിബാനിസവുമായിട്ട് നടക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. അതിവിടെ വിലപ്പോവില്ല. കേസ് കൃത്യമായിട്ടുണ്ടാവും. റിമാൻഡ് ചെയ്യും, ശിക്ഷിക്കുകയും ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനകത്ത് ഇപ്പം വരുന്ന വാർത്തകൾ ഈ 3 പേരല്ലാതെ വേറെ 2-3-4 പേരും ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. അത് ആരാണ്, അവരുടെ പേര് ഇവരുടെ എഴുതി വെച്ച കുറിപ്പിനകത്ത് ഉണ്ടോ ഇല്ലെന്നറിയാം. 3 പേരുടെ കാര്യങ്ങൾ വ്യക്തമായി അവരുടെ മരണക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ, കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ പേര് പറഞ്ഞില്ലെങ്കിലും അവരുടെ എണ്ണങ്ങളോ അവരെത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും. ഇതിനകത്ത് പിന്തുണ കൊടുത്ത ആൾക്കാരുടെ പേരാണ് അതും അവരെയും കസ്റ്റഡി എടുക്കേണ്ടി വരും പോലീസിന്. കാരണം മരണത്തിന് ഏതുവായ കാരണം അത് പ്രേരണാകുറ്റം തന്നെ. അവരുടെ മനം നൊന്ത് അവർ ആത്മഹത്യ ചെയ്തതാണ്. ഇവരുടെ പ്രവൃത്തി മൂലം മനം നൊന്ത് ആത്മഹത്യ കൊണ്ട് തീർച്ചയായിട്ടും 10 വർഷം വരെ അകത്ത് കിടക്കാനുള്ള ഒരു കുറ്റം ചെയ്തു എന്ന് പ്രഥമ ദൃഷ്ടിയാൽ വെളിവാകുന്നുണ്ട്. അതുകൊണ്ട് അതിശക്തമായ നടപടിയായിട്ട് പോലീസ് മുന്നോട്ട് പോകും. ഇനി ഇതിനൂടെ ആ ആൾക്കൂട്ട വിചാരണയ്ക്ക് സപ്പോർട്ട് ചെയ്തും അവരുടെ കൂടെ നിന്നവരും അവിടെ അവരുടെ SDPI ഓഫീസിൽ വിളിച്ചു വരുന്ന സമയത്ത് ഇതിനകത്ത് ഇടപെട്ടവരൊക്കെ പ്രതിയാക്കേണ്ടി വരും. പോലീസ് ആ രീതിയിലേക്ക് കടക്കും എന്നാണ് ഞാൻ കരുതുന്നത്.